Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. കുടിവെള്ളം, വൈദ്യുതി എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ വകുപ്പ് മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ. സുലഭമായി വെള്ളമുള്ള മഴക്കാലത്തും ഒറ്റപ്പാലം നഗരസഭ അമ്പലപ്പാറ പഞ്ചായത്ത് പ്രദേശത്തും കുടിവെള്ളക്ഷാമം നേരിടുന്നതായി പരാതി. പ്രാദേശികമായി വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് കഴിയുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. പഴയ ഭരണത്തിന്റെ തണലിലാണെന്ന വിചാരത്തിലാണ് ജീവനക്കാർ പ്രവർത്തിക്കുന്നതെന്നും ജനങ്ങൾക്ക് ഉപകാരികളാവുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടാൻ വകുപ്പ് മന്ത്രിയെ കാണുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും വാർഡ് കൗൺസിലറുമായ NK ജയരാജൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരെല്ലാവരും ഇപ്പോഴും പഴയ ജീവനക്കാർ തന്നെയാണ്. അവർ ആ പഴയ ഭരണത്തിൻ്റെ തണലിലാണ് നിൽക്കുന്നത് എന്നാണ് ഇപ്പോഴും അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും അടുത്ത് തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും മാറ്റിക്കൊണ്ട് ഇവിടെ നല്ല സ്നേഹമുള്ള ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിവും കെൽപ്പുമുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെ അറിയിക്കാനും കാണുവാനും തീരുമാനിച്ചിട്ടുണ്ട്. അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. വൈദ്യുതി ലൈനുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരച്ചില്ലകൾ വെട്ടുന്നതിൽ കരാറുകാർ കാണിക്കുന്ന അലംഭാവമാണ് കാറ്റ് വീശിയാൽ കറണ്ട് പോകുന്നതെന്നും ഇതിൽ അഴിമതിയുണ്ടെന്നും ഇത് വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും NK ജയരാജൻ പറഞ്ഞു. ബൈറ്റ് KSEBയിലെ കരാറുകാരും ഉൾപ്പെടെയുള്ള ജീവനക്കാർ വരാറുണ്ട്. അവരത് കൃത്യമായി ചെയ്യാത്തതിൻ്റെ അനന്തരഫലമാണ് മഴ ചാറുമ്പോഴേക്കും അല്ലെങ്കിൽ കാറ്റൊന്ന് വീശുമ്പോഴേക്കും ജനങ്ങൾ ഇത്തരത്തിലുള്ള വലിയ പ്രയാസം ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഇത് ഈ ടച്ച് വെട്ടൽ എന്ന് പറയുന്നത് മരക്കൊമ്പുകൾ വെട്ടി ലൈനിലേക്ക് നിൽക്കുന്ന മരക്കൊമ്പുകൾ വെട്ടി മാറ്റുക എന്ന് പറയുന്നതിൽ വലിയ രീതിയിൽ അഴിമതിയുണ്ട്. അവരൊരു പേരിന് മാത്രം പോയി ചെറിയ കൊമ്പുകളൊക്കെ വെട്ടി മാറ്റി അങ്ങനെ അവർ കുറേ തൊഴിൽ എഴുതി കൊടുത്ത് കുറേ കൂലിയും പണവും എഴുതി വാങ്ങി ഒട്ടടിക്കുക എന്നല്ലാതെ കാര്യക്ഷമമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അതിനെതിരെയും ഞങ്ങൾ വൈദ്യുതി മന്ത്രിയെ കണ്ട് ഈ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചു.